കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സുമിത്രയുടെ നാളത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ അനന്യയും അതുപോലെ അനിരുദ്ധും നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ രണ്ടുപേർക്കും ചെറിയ രീതിയിലൊക്കെ ദേഷ്യങ്ങൾ ഉണ്ടെങ്കിലും അനിരുദ്ധ് ഇപ്പൊ അനന്യ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷിക്കുകയാണ്. അങ്ങനെ അനന്യയോട് പറയുന്നുണ്ട്, ദേ നിനക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയല്ലേ നീ മടങ്ങി വന്നത്. അല്ല അനിരുദ്ധ്, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതല്ല സത്യം. എൻ്റെ സ്വരമോൾ എവിടെയാണോ ഉള്ളത്, സ്വരമോളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ അനിരുദ്ധിനെ വിചാരിച്ചിട്ടല്ല. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും ഒക്കെ താല്പര്യവും ഒക്കെ എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ കൊച്ചിനെയും കൊണ്ട് പോയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് അനന്യ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അനിരുദ്ധിൻ്റെ അടുത്ത് തുറന്നു പറയുമ്പോൾ എപ്പോഴെങ്കിലും നിന്റെ ഈ സ്വഭാവത്തിലും നിന്റെ രീതികളിലും ഒക്കെ മാറ്റം വരില്ല അനന്യെ. നീ വിദേശത്ത് നിന്ന് മടങ്ങി വന്നത് തന്നെ എന്നെ ഡിവോഴ്സ് ചെയ്യണം എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പുറത്തായിരുന്നു. പക്ഷേ അത് നമ്മൾ ഒരുപാട് അടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം നീ തീരുമാനം മാറ്റിയില്ലേ, അതുപോലെ നിന്റെ തീരുമാനം മാറും. അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കാമെന്നും പറഞ്ഞ് അനിരുദ്ധ് അവിടെ അങ്ങനെ നിൽക്കുമ്പം അനന്യ ഒരു വാക്കുപോലും മിണ്ടാതെ ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പം അനിരുദ്ധിന് ഉറപ്പുണ്ട്, എത്രയൊക്കെ വന്നാലും തൻ്റെ ഭാര്യയ്ക്ക് തന്നോട് സ്നേഹമുണ്ട്, പിരിയാൻ സാധിക്കില്ല എന്നുള്ള കാര്യമൊക്കെ ഇവൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അങ്ങനെതാ പിറ്റേന്നെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധാണെങ്കിൽ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പം ആ സമയത്ത് സുമിത്ര ചോദിക്കുന്നുണ്ട്, മോനെ നീ എവിടെ പോവാണ്? ശരിക്കും പറഞ്ഞാൽ അനിരുദ്ധ് പോകുന്നത് പ്രതീഷിൻ്റെ കേസിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അവനെ എങ്ങനെയും പുറത്തിറക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പറേ നിന്ന് നമ്മുടെ അനിരുദ്ധ് രഹസ്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ സുമിത്രയ്ക്ക് അറിയില്ലല്ലോ. സുമിത്ര പറയുന്നുണ്ട്, മോനെ അമ്മയ്ക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇനി എൻ്റെ ശീതളിൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ അവളും ഹാപ്പി ആയിട്ട് ജീവിക്കും. അതുപോലെ തന്നെ എനിക്ക് ഒരേ ഒരു വിഷമേ ഉള്ളടാ, എൻ്റെ പ്രതീഷിനെ കുറിച്ചിട്ട് ഒരു വിവരം അമ്മയ്ക്ക് അറിയില്ല. നമുക്ക് കണ്ടുപിടിക്കണം അവൻ എവിടെയാണെന്നും. ഇപ്പം വേണമെങ്കിൽ നല്ല പാട്ടുകാരനൊക്കെ ആയി കാണുമായിരിക്കും. എന്തായാലും അവനെ എനിക്ക് കണ്ടെത്തണമെന്നും പറഞ്ഞ് സുമിത്ര തൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ, തൻ്റെ മകനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ അനിരുദ്ധിനോട് പങ്കുവെക്കുകയാണ്. അപ്പം അനിരുദ്ധാണെങ്കിൽ സത്യങ്ങളെല്ലാം അറിയാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൻ്റെ അമ്മയോട് സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടിലും വലിയൊരു പ്രശ്നം. അത്രയും വലിയൊരു അവസ്ഥയിൽ നിന്നാണ് തൻ്റെ അമ്മ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അമ്മയെ പഴയതുപോലെ സങ്കടക്കടലിലാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അവൻ സത്യങ്ങൾ മറച്ചു വെക്കുകയാണ്. ഈ സമയം സുമിത്ര പറയുന്നുണ്ട്, മോനെ എങ്ങനെയെങ്കിലും എൻ്റെ പ്രതീഷിൻ്റെ വിവരങ്ങൾ കണ്ടെത്തണം. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അവൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അനിരുദ്ധ് പറയുന്നുണ്ട്, അമ്മേ ഈശ്വരനായിട്ടല്ലേ ഞങ്ങളെ രണ്ടു മക്കളെയും അമ്മയുടെ കൺമുന്നിൽ എത്തിച്ചത്. അതുപോലെ തന്നെ പ്രതീഷും അമ്മയുടെ മുന്നിൽ എത്തും, ഇല്ലെങ്കിൽ എത്തിക്കും. ഞാൻ വാക്ക് തരികയാണെന്നും പറഞ്ഞ് അനിരുദ്ധ് തൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് സുമിത്ര അങ്ങനെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ സിദ്ധാർത്ഥ് ദീപുവിനെ സഹായിച്ചില്ലെങ്കിൽ ദീപുവിൻ്റെ കാര്യത്തിൽ പരമശിവ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് സിദ്ധുവിന് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് നമ്മുടെ ദീപുവിനെ വിളിച്ചിട്ട്, ദീപു എനിക്ക് തന്നെ ഒന്ന് കാണണം, എവിടെ വെച്ചാൽ കാണാൻ പറ്റുക എന്ന് ചോദിക്കുമ്പം അത് സിദ്ധുവേട്ടൻ പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കോളാമെന്നും പറഞ്ഞ് ദീപു ഫോൺ വെക്കുകയാണ്. അതിനുശേഷം ദീപുവും സിദ്ധുവും തമ്മിൽ കാണുമ്പോഴത്തേക്കിനും സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ദീപു ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധുവേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ തൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. താൻ ഇത്രയും കാലം പരമശിവത്തെ പേടിച്ചും ഭയന്നും ഒക്കെ നടന്നത് അയാൾക്ക് കൊടുക്കാനുള്ള കാശിൻ്റെ കാര്യം ഓർത്തിട്ടല്ലേ. അതുകൊണ്ട് ഇനി നീ ആ കാര്യം ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട. പരമശിവത്തിന് എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് ആ പൈസയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് ഒരു പെട്ടി നിറയെ പണം എടുത്ത് ദീപുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പം ദീപുവിന് വലിയ സന്തോഷമായി. തൻ്റെ കടം തീർക്കാനുള്ളൊരു മാർഗം തൻ്റെ അളിയൻ തനിക്ക് ഉണ്ടാക്കി തന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. പെട്ടെന്ന് തന്നെ സിദ്ധുവിൻ്റെ അടുത്ത് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സിദ്ധു ആണെങ്കിലോ, നിന്റെ നന്ദിയും നിന്റെ കടപ്പാടും ഒക്കെ നിന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. എന്തായാലും എനിക്ക് നിന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. നീ പരമശിവത്തിൻ്റെ അടുത്ത് പോയി ധൈര്യമായിട്ട് ഈ കാശ് കൈമാറുന്ന സമയത്ത് നിന്റെ ഒപ്പം വക്കീലുണ്ടാകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി സിദ്ധാർത്ഥ് വെക്കുകയാണ്. അപ്പം സിദ്ധുവേട്ടൻ പറയുന്നത് പോലെ തന്നെ ഞാൻ കാര്യങ്ങൾ നീക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് നമ്മുടെ ദീപു ആ കിട്ടിയ പെട്ടിയൊക്കെ ആയിട്ട്
പരമശിവത്തെ തേടി പോവാണ്. അങ്ങനെ പരമശിവത്തിന്റെ വീട്ടിലെത്തിയതും പരമശിവാണെങ്കിലോ, അല്ല ഇതാര്, ദീപുവോ? എന്തായി ദീപു, ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് വല്ലതും നടക്കുമെന്ന് ചോദിക്കുമ്പം ആ കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ തന്നെയാ ഞാൻ വന്നതെന്നും പറഞ്ഞ് ദീപു താൻ വന്ന കാര്യങ്ങളെല്ലാം ദീപു പരമശിവത്തോട് പറയാണ്. അപ്പൊ പരമശിവൻ പറയുന്നുണ്ട്, ദേ എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, നീയിപ്പോൾ എൻ്റെ പൈസയായിട്ടാണോ തിരികെ വന്നിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം ശ്രീനിലയം തിരികെ മേടിക്കുന്നതിൽ നിന്നും സിദ്ധാർത്ഥിനെ പിൻവലിപ്പിക്കണം. അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. അവൻ്റെ ആ ശ്രമം അത് പരാജയപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ദീപു നിന്റെ കാര്യം ഗോവിന്ദയാണെന്ന് പറയുമ്പോഴത്തേക്കിനും ദീപു തൻ്റെ കയ്യിൽ കരുതിയ കാശെടുത്ത് പരമശിവത്തിന് കൊടുക്കുമ്പോഴത്തേക്കിനും പരമശിവാണെങ്കിലും നീ ഇതെന്താ ഒരു പെട്ടിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്, പൈസ തരാനാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, നിങ്ങളും ഞാനും തമ്മിലുള്ള ഡീലിങ്സ് അതങ്ങ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സിദ്ധുവേട്ടനെ പറഞ്ഞ് തിരുത്തേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ പൈസ അങ്ങോട്ട് പിടിച്ചെന്ന് പറഞ്ഞ് വക്കീലിനെ വിളിക്കുക. വക്കീലിനെ വിളിച്ചതും പരമശിവത്തിന് ചെറുതായിട്ട് പേടിയായി. വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പം, അതെ നിങ്ങളെപ്പോലെയുള്ള ഒരു തരികിടയ്ക്ക് കാശ് തരുമ്പോഴത്തേക്കിനും ആരുടെങ്കിലും ഒരു സാക്ഷിയൊക്കെ ഉള്ളത് നല്ലതല്ലേ? അപ്പോൾ അത് നമ്മുടെ ഒരു വക്കീലാവുമ്പോഴത്തേക്കിനും വലിയ വിഷയമൊന്നും വരില്ല. വക്കീലെ, ഈ പുള്ളിക്കാരൻ്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. സിദ്ധാർത്ഥിൻ്റെ ശ്രീനിലയമാണ്, അതും സിദ്ധാർത്ഥിൻ്റെ സുമിത്ര എഴുതിയൊന്നും കൊടുത്തിട്ടില്ല. സുമിത്രയുടെ കൈവശം ഉണ്ടായിരുന്നതാണ് ശ്രീനിലയം. ആ ശ്രീനിലയം എങ്ങനെയാണ് പരമശിവത്തിൻ്റെ കയ്യിൽ വന്നത് എന്നുള്ളത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു ക്വസ്റ്റ്യനായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് മറുപടി പറയേണ്ടിയും വരും. അങ്ങനെ സിദ്ധാർത്ഥിനെ ചതിച്ച് നേടിയ ഈ ശ്രീനിലയം തിരികെ സിദ്ധാർത്ഥിന് തന്നെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പരമശിവൻ ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ച് നോക്ക് എന്ന് വക്കീൽ പറയുകയാണ്. വക്കീലിൻ്റെ ഈ ലോ പോയിന്റുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും പരമശിവത്തിൻ്റെ സകല കടിഞ്ഞാണ് വിട്ടു. പരമശിവാണെങ്കിലോ ഇനിയിപ്പോൾ താൻ രഞ്ജിതയുടെ കൂട്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ. രഞ്ജിതയ്ക്ക് ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു തിരിമറി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ഘട്ടം വന്നപ്പോൾ നമ്മുടെ രഞ്ജിത പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരമശിവം ഈ കാര്യത്തിൽ എന്നെ ഇടപെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഇതിൽ നിന്നും മാറിയേ നിൽക്കുള്ളൂ എന്നുള്ള കാര്യം. എന്തായാലും സുമിത്രയും ഇപ്പറേ നമ്മുടെ സിദ്ധാർത്ഥം കൂടി ഒരു നിയമ പോരാട്ടം വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത എന്ന് പറയുന്ന താപ്പാനെയും അതുപോലെ പരമശിവം എന്ന് പറയുന്ന ഗുണ്ടയും വീഴാനായിട്ട് വേറെ ഒരു കാര്യവും വേണ്ട. അങ്ങനെ പരമശിവമാണെങ്കിൽ ഞാനൊരു തീരുമാനം അത് സിദ്ധാർത്ഥിനെ വിളിച്ച് അറിയിച്ചോളാം, നിങ്ങളിപ്പോൾ പോയിക്കോളൂ എന്നും പറഞ്ഞ് അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയുടെ വീടാണ്. അപ്പം രണ്ടുപേരും പാർട്ടിക്ക് വരുന്നില്ല എന്നും പറഞ്ഞ് മുങ്ങിയായിരുന്നല്ലോ. അപ്പം ഭയങ്കര തലവേദനയൊക്കെ ആയിട്ടിരുന്ന നമ്മുടെ രഞ്ജിതയാണെങ്കിലോ പങ്കജും അതുപോലെ പൂജയും കൂടി പോയ പാർട്ടിയുടെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. അപ്പം എന്തായാലും ഇവരുടെ ആ ഒരു കാര്യങ്ങൾ ഇവരെങ്ങനെയാണ് ഇടപഴകുന്നതെന്നും ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ എന്നും ഒക്കെ അറിയുന്നതിന് വേണ്ടി തന്നെയാണ് രഞ്ജിത ഇവർക്ക് പിന്നാലെ ചെന്നിട്ടുള്ളത്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ലൈറ്റ് സെറ്റപ്പും അതുപോലെ തന്നെ നല്ല മ്യൂസിക്കും ഒക്കെ ഇട്ട് നമ്മുടെ പങ്കജിനോടൊപ്പം പൂജ ഡാൻസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് രഞ്ജിത കാണുന്നത്. ഈ കാഴ്ച കണ്ടതും രഞ്ജിതയാണെങ്കിൽ അരവിന്ദനെ തോണ്ടാൻ തുടങ്ങി. ദേ മനുഷ്യ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മകൻ എത്തിക്കുന്നുണ്ട്. എന്തായാലും അവൻ നിങ്ങളെപ്പോലെ മണ്ടനാകാതിരുന്നത് എൻ്റെ ഭാഗ്യം. എൻ്റെ മകന് എൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും ഒക്കെ ബുദ്ധിയാണ് കിട്ടിയത് എന്നും പറഞ്ഞ് തൻ്റെ പങ്കജകുമാറിനെ കുറിച്ച് പൊക്കി അങ്ങ് അടിക്കുക രഞ്ജിത. അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ അരവിന്ദൻ്റെ കണ്ണ് പോകുന്നത് ആ പാർട്ടിയിൽ നിരത്തി വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസിലേക്കാണ്. പുള്ളിക്കാരൻ എവിടെ പോയാലും ഫുഡ് തന്നെയാണല്ലോ. അപ്പോൾ രഞ്ജിതയോട് പറയുന്നുണ്ട്, എടി ഇവർ ഇത്രയധികം അടുത്ത സ്ഥിതിക്ക് നമുക്ക് ഇവരുടെ കല്യാണം അങ്ങ് കാര്യമായിട്ട് ആലോചിച്ചാലോ. പിന്നെ അതുമാത്രമല്ല, ഇപ്പം ഇവർ നമ്മൾ വന്ന കാര്യമൊന്നും കണ്ടിട്ടില്ലല്ലോ, നൈസായിട്ട് പോയി ഫുഡ് അടിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഇതേ നിങ്ങളെ ഞാൻ ശരിയാക്കും, മര്യാദക്ക് വീട്ടിലേക്ക് വരാനുള്ളതാണ്. എനിക്ക് ഇവർ തമ്മിൽ എങ്ങനെയാണ് പുറത്തു പോയി കഴിഞ്ഞാൽ എന്ത് സ്നേഹത്തിലാണ് ജീവിക്കുന്നതെന്ന് കാണണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇവരുടെ പിന്നാലെ വെച്ച് പിടിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടില്ലേ, ഇനി ധൈര്യമായിട്ട് നമുക്ക് പൂജയുടെയും പങ്കജിൻ്റെയും വിവാഹ കാര്യമൊക്കെ ആലോചിക്കാമെന്ന് പറയുകയാണ്. അപ്പം പൂജ ഇവനോടൊപ്പം ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പൂജയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പൂജ ഒളിപ്പിച്ച് വെച്ചിട്ടാണ്. എന്തായാലും തൻ്റെ അച്ഛനെ പിന്നിൽ നിന്ന് കുത്തിയത് തൻ്റെ അപ്പച്ചിയാണല്ലോ. ആ അപ്പച്ചിക്കും മകനും ഭർത്താവിനും ഒക്കെ മുട്ടം പണി കൊടുക്കാൻ തന്നെയാണ് പൂജയുടെ ഒരു തീരുമാനം. അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്